പശ്ചിമ ബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജിയുടെ വാദം കേൾക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി. നാളെയാണ് ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, പശ്ചിമ ബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജിയുടെ വാദം കേൾക്കാനായി സുപ്രീം കോടതിയിലേക്ക് നേരിട്ട് ഹാജരാകാൻ തയ്യാറെടുക്കുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി. അവരുടെ ഈ നിലപാടിനെ നമുക്ക് എങ്ങനെ കാണാം? മമതാ ബാനർജിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ജുഡീഷ്യറിക്ക് മേൽ ഏതെങ്കിലും തരത്തിൽ താൻ നേരിട്ട് വരുന്നത് കൊണ്ട് സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുകയാണ് മമതാ ബാനർജി. അതായത് ബംഗാളിൽ നിന്നും താൻ ഈ തെരഞ്ഞെടുപ്പോടുകൂടി പുറത്തേക്ക് പോകും എന്ന് മമതാ ബാനർജി ഉറപ്പിച്ചു കഴിഞ്ഞു. ഇത്രയും നാൾ അവരെ പിന്തുണച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ വോട്ടുകൾ സമ്പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിക്കഴിഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഈ വെട്ടിക്കളഞ്ഞ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ വീണ്ടും തിരികെ കയറ്റാൻ കഴിയുമോ എന്ന പഴുത് തേടുകയാണ് അവർ. അതേ തുടർന്നാണ് അവർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഇപ്പോൾ നടത്തുന്ന SIR നടപടികൾ നിയമവിരുദ്ധമാണ് എന്നാണ് ഇവരുടെ അവകാശവാദം. ഇനി ജുഡീഷ്യറിയിൽ ഇനി സുപ്രീം കോടതിയിലേക്ക് ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വരുന്നു. അവിടെ വന്നിരുന്ന് ഈ വാദങ്ങൾ കേൾക്കുന്നു. അതിന് പല മാനങ്ങളുണ്ട്. ഒന്ന്, ജുഡീഷ്യറിക്ക് മേൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ എന്നുള്ളത്. രണ്ട്, അതൊരു വാർത്തയാക്കി മാറ്റാനുള്ള സാധ്യത. മൂന്ന്, അവിടുത്തെ വോട്ടർമാരിൽ, ബംഗാളിലെ മുസ്ലിം വോട്ടർമാരിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ, മുസ്ലിം വോട്ടർമാരെന്ന് എടുത്തു പറയാൻ കാരണം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരായ വോട്ടർമാരിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനുണ്ട് എന്നൊരു ബോധ്യം കൊടുക്കാൻ, അങ്ങനെ പല പോംവഴികളും മമത ആലോചിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ബംഗാളിൽ മമതയുടെ അടിത്തറ കുലുങ്ങി തുടങ്ങിയിരിക്കുന്നു. അതാണ് നിലവിട്ടുള്ള കളികളിലേക്ക് മമത ഇപ്പോൾ പോകുന്നത്. SIR നടപടി ചോദ്യം ചെയ്ത് നാളെയാണ് ഈ ഹർജിയിന്മേൽ വാദം കേൾക്കുന്നത്. മമതാ ബാനർജിയുടെ സന്ദർശനത്തിന് സുപ്രീം കോടതിയുടെ സുരക്ഷാ വിഭാഗം അനുമതിയും നൽകിക്കഴിഞ്ഞു. ഇതിനു മുൻപെങ്ങും ഇത്രയും നാടകീയമായ സംഭവങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടില്ല. ഇത്രയും നാൾ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ട് ജയിച്ചു പോന്നു. അത് നടക്കില്ല എന്നാകുമ്പോൾ ഒരു മുഖ്യമന്ത്രി കാട്ടിക്കൂട്ടുന്ന കുറേയധികം നാടകങ്ങളാണ് ഇപ്പോൾ ഈ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.